ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ അകത്ത്, അതായത് ബെഡ്റൂംസിൻ്റെ അകത്ത് കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ബാത്റൂമിനോട് അറ്റാച്ച് ചെയ്ത് ഡ്രസ്സിങ് ഏരിയ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അത് ഈ ഡ്രസ്സിങ് ഏരിയയ്ക്ക് സെപ്പറേറ്റ് ഏരിയ ഇല്ലെങ്കിൽ നമുക്കത് എങ്ങനെ കബോർഡിൽ അറ്റാച്ച് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ റൂമിൻ്റെ സൈഡിലായിട്ട്, ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് ബാത്റൂമിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് കാണുന്നത്. അപ്പോൾ ഈ ഏരിയയിലേക്ക് നമുക്ക് ഡ്രസ്സിങ് ഏരിയയ്ക്ക് പ്രത്യേക സ്പേസ് കാര്യങ്ങളൊന്നും നമ്മൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കബോർഡിൽ തന്നെ ഈ ഡ്രസ്സിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഏരിയ നമ്മൾ ഇതിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പെയിൻറ്റിങ്ങിലാണ് നമുക്ക് ഏത് തേക്കോ അല്ലെങ്കിൽ ഇട്ടിയോ ഏത് വേണമെങ്കിലും നമുക്ക് വരച്ച് ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ വന്ന ഈ ഏരിയയിലാണ് നമ്മൾ ബാത്റൂമിലേക്ക് എൻട്രൻസിലേക്ക് വരുന്ന നമ്മുടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന കണ്ണാടി കാര്യങ്ങളൊക്കെ കൊടുത്തിവിടെ സെറ്റ് ചെയ്യും. ഇനി ഇവിടെ ചെറിയ ഷെൽഫുകൾ, അതായത് കാണുന്ന ഭംഗി കിട്ടുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയയാണ്, ടേബിളാണ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു 3 ഡ്രോ കൊടുത്തിട്ടുണ്ട്. ആ ഡ്രോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സുകളോ കാര്യങ്ങളൊക്കെ ഇനി മേക്കപ്പ് ഐറ്റംസോ കാര്യങ്ങളോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ 2 ഡ്രോ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഏരിയ ആണ് നോക്കേണ്ടത്. ഈ ഏരിയയിൽ 3 ഡോറുകൾ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, വേറെ ഒന്നും കൊണ്ടല്ല, വർഷങ്ങളോളം നിലനിൽക്കും. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. തണുപ്പോ കാര്യങ്ങൾ അടിച്ചാൽ പോലും യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് വേണം ഈ ബെഡ്റൂം, ഈ പറയുന്ന ഈ വാൾഡ്രോബ്സ്, അതായത് ഈ പറയുന്ന കബോർഡിൻ്റെ അകത്ത് വരുന്ന കോളങ്ങൾ തിരിക്കാനായിട്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിരിക്കാം. നമുക്ക് വലിയ വസ്ത്രങ്ങൾ ഒന്ന് ഇടാവുന്ന രീതിയിൽ, പിന്നെ ചെറിയ ചെറിയ വസ്ത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് മടക്കി വയ്ക്കുന്ന രീതിയിൽ വേണ്ടി നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടു ഡ്രസ്സിങ് ഏരിയ വിത്ത്, അതായത് ഡ്രസ്സിങ് ഏരിയയുടെ കൂടെ തന്നെ കബോർഡ് കൂടി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഏരിയ നമുക്ക് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു കണ്ണാടി കൂടി വരുന്നുണ്ട്. കണ്ണാടി വെച്ചതിന് ശേഷം കണ്ണാടിയുടെ സൈഡിൽ വരുന്ന ലൈറ്റ്സ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ഹോളുകൾ കൂടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അത് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. ഇനി അത് ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഫുൾ കണ്ണാടി വേണമെങ്കിൽ കണ്ണാടി സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ എൻട്രൻസ് ആണ്, ബാത്റൂമിൻ്റെ എൻട്രൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ സാധിക്കില്ല. പിന്നെ താഴെയായിട്ട് ഫുഡ് ലാമ്പ് വരുന്നുണ്ട്, അത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഏറ്റവും മുകളിലായിട്ട്, കണ്ണാടിയുടെ മുകളിലായിട്ട് 2 കോലൈറ്റ്സ് വരുന്ന ഒരു 1 വാട്ടിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ണാടി വെച്ച് കഴിയുന്ന സമയത്ത് നമുക്കത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി എൻ്റെ ഉള്ളൊന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് കബോർഡിൻ്റെ അകത്ത് വരുന്ന കോളം ഉണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ അലമാരി പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് വലിയ വസ്ത്രങ്ങൾ ഇടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഏരിയയിൽ ഡ്രസ്സ് ഇടുന്നതിന് വേണ്ടിയിട്ട് 2 ഒറ്റ ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒറ്റ ലെങ്ത്തിൽ നമുക്ക് അതായത് പെട്ടെന്ന് ലെങ്ത്ത് കൂടിയ വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ, ഷർട്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ഡ്രോകളാണ് ഈ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് തൊട്ടപ്പുറത്തും വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഏരിയ കിട്ടും. പല ലെവലിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ മൾട്ടിവുഡ് അല്ലാതെ പല മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഫ്രണ്ടിൽ മാത്രം മൾട്ടിവുഡ് കബോർഡുകൾ ഉപയോഗിച്ചിട്ട് ഫെറോസിമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കാണാൻ സാധിക്കും. ഫെറോസിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ ഏരിയ ആയതുകൊണ്ട് ആ ബാക്ക് സൈഡ് നനവ് വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അത് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ബാക്ക് സൈഡ് നനവ് വരും. നനവ് വന്നു കഴിഞ്ഞാൽ പതുക്കെ വസ്ത്രങ്ങളിലേക്ക് പൂപ്പൽ പിടിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലെ ഡോറുകളെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ അകത്തും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സുകൾക്കൊക്കെ നനവ് സംഭവിച്ച് പൂപ്പൽ വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ വിത്ത് കബോർഡ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നും അതെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.